അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മീനില്ലാത്ത ഒരു മീൻ കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് വെച്ചാൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് കോവയ്ക്കയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോവയ്ക്ക വെച്ചിട്ട് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ അതായത് നമ്മുടെ എന്താ പറയുന്നത് ചട്ടിയിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. കാര്യം ചട്ടിയിൽ ചെയ്താലേ സ്വാഭാവികമായ ഒരു രുചി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നമ്മൾ എടുത്തത് സവാള അല്ല, ചെറിയ ഉള്ളി. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഉള്ളിയെ കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് വഴറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കാം. ചതച്ചെടുക്കാം. അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല, പക്ഷെ ടേസ്റ്റ് ചതച്ചെടുക്കുന്നതിനാണ്. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്നതൊന്ന് ഇറക്കി കൊടുക്കും. വളരെ വേഗം തന്നെ റെഡിയാകും. കാരണം ഒന്നാമത് നമ്മുടെ ചട്ടി നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ റെഡിയാകും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മസാലയ്ക്ക് ആവശ്യമുള്ള നമ്മുടെ എന്താ പറയുക കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും ഒരു കളറിന് കൊഴുപ്പിനൊക്കെ വേണ്ടി. പിന്നെ നമ്മുടെ സാധാ എരിവിന് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് കരിഞ്ഞു പോലും കരിയാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുളക് പൊടിക്കാന്നുണ്ടല്ലോ നമ്മളൊരു സ്വല്പം വെള്ളം കൂടെ ചേർത്തായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ കോവയ്ക്കാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒത്തിരി വലുപ്പത്തിലല്ല അരിഞ്ഞേക്കുന്നത്, ഒരു 4 കഷ്ണമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക എളുപ്പം കോവയ്ക്ക എടുക്കുക. മൂത്ത കോവയ്ക്കാണെങ്കിൽ ഒരു അപ്പോൾ ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ഇതിന് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഒരുപാട് വേണ്ടേ. നമ്മൾ ഉപ്പും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ഇവിടെ നിന്ന് അടച്ചിട്ട് വെച്ച് ഒന്ന് വേകുന്ന സമയത്ത് നമുക്ക് അരച്ചെടുക്കാനുള്ള 2 സാധനമാണ്. അതായത് നമ്മൾക്ക് ഒരു അരമുറി നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2-3 നമ്മുടെ ചുവന്നുള്ളി, ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നല്ല അടിപൊളിയായിട്ട് വേവിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് നമ്മുടെ ചട്ടിയെ തുറന്ന് നോക്കാം. അടിപൊളി ഇത് നന്നായിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് റെഡിയായി അടിപൊളിയാണ്. കുടംപുളി കുതിർത്തെടുത്ത വെള്ളം അതും കൂടെ അതിനകത്തോട്ട് ചേർക്കുക. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച് നമ്മുടെ തേങ്ങയുടെ എന്താ പറയുക അരപ്പൊടി ചേർക്കാം. ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നുകൂടെ കഴുകിയിട്ട് സ്വല്പം ഇതുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിയാൽ നമുക്ക് അതിൻ്റെ തൊട്ട് ഒഴിച്ചേക്കാം. നല്ല കുറുകിയ ഒരു കറി നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ കറി എവിടെ നിന്ന് റെഡിയാകുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ടുള്ള ഒരു റെഡിയാക്കി ഇത് എന്തോ മുളകൊക്കെ ഒന്ന് വറുത്ത് അതെ തന്നെ ആ സാധനം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അതെ, നമ്മൾ വെള്ളക്കടുകാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു ലയം വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് ഇടുമ്പോൾ ഒന്ന് മുറിച്ചിട്ടേക്ക് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ കടുകെല്ലാം മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് നിർത്താം. അതെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മീനില്ല മീൻ കറി. നല്ല തേങ്ങ അരച്ച കുടംപുളി ഇട്ട നമ്മുടെ അടിപൊളി ഇതേ റെസിപ്പിയിൽ തന്നെ നമുക്ക് മീനുണ്ടെങ്കിൽ മീൻ കറി വെക്കാം. അതെ, കോവയ്ക്കയ്ക്ക് പകരം നമുക്ക് മത്തിക്കറിയോ അയലക്കറിയോ ഒക്കെ ചെയ്യാം. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എന്തായാലും കൊള്ളാം. സംഭവം നല്ല കിടുക്കാച്ചി സാധനമാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിർദ്ദേശവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടൊക്കെ ഒന്ന് എഴുതുക. പിന്നെ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന്
ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് അതുമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കണം, ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. അടിപൊളി സാധനമാണ്. അപ്പോൾ നല്ല വ്യത്യസ്തമായൊരു അടിപൊളി രുചിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.